നോളജ് ഫാക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഈ വീഡിയോയിൽ ഈ ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ ഓഗസ്റ്റ് മാസത്തിലെ പരീക്ഷകളുടെ കേസാണ്. ഓഗസ്റ്റ് മാസത്തിൽ 34 പരീക്ഷകളാണ് വരാനായിട്ട് പോകുന്നത്. അതിനകത്ത് നമ്മുടെ ഹൈസ്കൂൾ ടീച്ചർ, അതുപോലെ തന്നെ ഡ്രൈവർ, അസിസ്റ്റന്റ് സെയിൽസ്മാൻ, SIയുടെ മെയിൻസ് ഉൾപ്പെടെ 34 പരീക്ഷകളാണ് നമ്മുടെ ഓഗസ്റ്റ് മാസത്തിലേക്ക് വരാനായിട്ട് പോകുന്നത്. ഓക്കെ. അപ്പോൾ നമ്മുടെ സബ് ഇൻസ്പെക്ടറിന്റെ മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാച്ച് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 991611696272. ആ നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി. സബ് ഇൻസ്പെക്ടർ മെയിൻസ് എന്നൊരു മെസ്സേജ് അയച്ചാൽ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ജൂൺ 11 തീയതി വരെ നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. 24 കാറ്റഗറിയിലേക്കുള്ള ഡ്രൈവറിന്റെ കോമൺ എക്സാം ഓഗസ്റ്റ് 23 നടത്താനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാനിലേക്ക് 5.27 ലക്ഷം അപേക്ഷകളാണ്. പരീക്ഷാ തീയതി കൺഫർമേഷന് ശേഷം നമുക്ക് അറിയാനായിട്ട് കഴിയുമെന്നാണ് പറയുന്നത്. കൺഫർമേഷൻ ഇപ്പോൾ കൊടുക്കാനുള്ള ടൈം ആണ് അല്ലെ. 9 വിഷയങ്ങളിലായിട്ട് ഹൈസ്കൂൾ ടീച്ചറിന്റെ അപേക്ഷകൾ വന്നിട്ടുള്ളത് ഏകദേശം 73,386 അപേക്ഷകളാണ് നിലവിൽ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 9 വിഷയങ്ങളിലായിട്ട് ഹൈസ്കൂൾ ടീച്ചർ പരീക്ഷയാണ് ഓഗസ്റ്റിന് നടക്കുന്നത്. മലയാളം, സംസ്കൃതം, നാച്ചുറൽ സയൻസ്, തമിഴ്, ഉറുദു, ഫിസിക്കൽ സയൻസ്, ഹിന്ദി, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ് വിഷയങ്ങളിലെ പരീക്ഷകളാണ് ഓഗസ്റ്റ് 1 മുതൽ 20 വരെ നടക്കാനായിട്ട് പോകുന്നത്. എല്ലാ വിഷയങ്ങളിലുമായിട്ട് ഏകദേശം 73,000 പേര് അപേക്ഷ നൽകിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അപേക്ഷകൾ HST ഫിസിക്കൽ സയൻസിനാണുള്ളത് കേട്ടോ. ഏകദേശം 20,000 പേരാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ HST ഉറുദുവിൽ 147 പേരേ ഉള്ളൂ. നാച്ചുറൽ സയൻസ്, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ് വിഷയങ്ങളിലായിട്ട് 10,000-ലധികം പേരാണ് അപേക്ഷ കൊടുത്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഏതൊക്കെ പരീക്ഷകൾ ഏതൊക്കെ ദിവസങ്ങളാണെന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ കേരള PSCയുടെ തന്നെ പരീക്ഷാ കലണ്ടറിനകത്ത് വന്നിട്ടുണ്ട്. ഈ കലണ്ടറൊക്കെ നമ്മൾ നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ടെലഗ്രാമിൽ KFPSC എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ സെർച്ച് ചെയ്യുക കേട്ടോ. അപ്പം നമ്മുടെ ടെലഗ്രാം ചാനൽ അവൈലബിൾ ആവും. അപ്പോൾ അതിൽ നിങ്ങൾ നോക്കിയാൽ ഈ പറയുന്ന ടേബിളൊക്കെ നമ്മുടെ പരീക്ഷാ കലണ്ടറൊക്കെ അതിനകത്ത് അവൈലബിൾ ആയിരിക്കും. ഓക്കെ. അതുപോലെ തന്നെ കൂട്ട വിരമിക്കൽ, കൂട്ട ഒഴിവാക്കലാകരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ഏകദേശം 10,500 പേരാണ് ഇന്നലെ മാത്രമായിട്ട് നമ്മുടെ സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചത്. ഏകദേശം 10,500 പേരാണ്. അപ്പോൾ ഈ പറയുന്ന ഒഴിവുകളൊക്കെ ഇനി ഫില്ലാക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഇനി എന്ത് ചെയ്യും, ഇനി അടുത്ത് വരാൻ പോകുന്ന പരീക്ഷകളും ഇപ്പൊ നടത്തിയ പരീക്ഷകളിൽ നിന്നൊക്കെ എന്ത് ചെയ്യും, ആൾക്കാരെ ഫില്ല് ചെയ്യും കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഇനി വരാൻ പോകുന്ന പരീക്ഷകളിലേക്ക് എന്തായാലും ആൾക്കാർ കൂടുതൽ എടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പോലീസ് പരീക്ഷയൊക്കെ നടക്കാൻ പോകുന്നുണ്ട് ജൂലൈയിൽ. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വിരമിക്കലിന്റെ ഒരു ബെനിഫിറ്റ് എന്ത് ചെയ്യാം, ഈ പറയുന്ന CPO, WCPO, IRB എക്സാമിലൊക്കെ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആവും. അപ്പോൾ നമ്മുടെ CPO, WCPO ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാക്കി ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ബാച്ചിലാണ് അവൈലബിൾ ആവുന്നത്. ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും വേഗം ജോയിൻ ചെയ്യുക. ഇതിനകത്ത് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ്സുകൾ, അതിന്റെ മോഡൽ എക്സാംസ്, നോട്ട്സും മോക്ക് ടെസ്റ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്താൽ മതി, താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ 600 രൂപ പേയ്മെന്റ് ചെയ്തിട്ട് അതേ നമ്പറിൽ തന്നെ പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് വാട്സ്ആപ്പ് ചെയ്താൽ നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫയർമാൻ ബാച്ച് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസർ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ബാച്ചുകളും അവൈലബിൾ ആണ്. ഡ്രൈവർ ബാച്ചുകൾ നമ്മളിപ്പോൾ ചെയ്തു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഫോഴ്സ് എക്സാംസിന് വേണ്ടത് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഡിസൈഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ബാച്ചിലേക്ക് നമുക്ക് വാട്സപ്പിൽ അതിൻ്റെ ഒരു മെസ്സേജ് അയച്ചാൽ മതി. ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ എന്തായാലും അടുത്ത വാർത്തയിലേക്ക് തന്നെ കിടക്കാം. നമ്മുടെ നെക്സ്റ്റ് വാർത്ത എന്ന് പറയുന്നത് സഹകരണ സർവീസിലേക്കുള്ള പരീക്ഷകൾ നമ്മുടെ ജൂൺ 29 തീയതി മുതൽ നടക്കുന്നുണ്ട്. ഡാറ്റ എൻട്രി ഓപ്പറേറ്ററിന്റെ പരീക്ഷ, അതുപോലെ തന്നെ സെക്രട്ടറി, അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ, ഡാറ്റ സെക്രട്ടറി, ജൂനിയർ ക്ലർക്ക്, ക്യാഷ്യറിന്റെ ഒക്കെ പരീക്ഷകളൊക്കെ നടക്കാൻ പോകുന്നത് ജൂണിലാണ് നടക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആദ്യത്തെ പരീക്ഷയാണ്, ഈ സഹകരണ സർവീസിലേക്കുള്ള ആദ്യത്തെ പരീക്ഷയാണ്. HSST കമ്പ്യൂട്ടർ സയൻസിലേക്കുള്ള ഷോർട്ട് ലിസ്റ്റ് 4-ൽ 1 എന്ന് പറയുന്നുണ്ട്. മെയിൻ ലിസ്റ്റിൽ വെറും 57 മാത്രമാണ് ഉള്ളത്. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന്റെ നിയമനം 4-ൽ 1 മാത്രമാണ് നടന്നത്. ഇതുവരെ നിയമന ശുപാർശ നടന്നത് വെറും 27% മാത്രമാണ്. ഒരു വർഷം കഴിഞ്ഞിട്ട് നിയമനമില്ലാതെ നടക്കുന്ന ജില്ലയാണ് പത്തനംതിട്ട എന്ന് കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ LDC കോട്ടയത്തിന്റെ നിയമനം 33 പേർക്ക് കൂടി കിട്ടുന്നുണ്ട്. LDC പത്തനംതിട്ടയിലേക്ക് 13 പേർ കൂടി നിയമനം പോകുന്നുണ്ട്. ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസറിലേക്ക് 10 പേർക്ക് കൂടി നിയമനം പോകുന്നുണ്ട്. UPSC മലപ്പുറത്തിലേക്ക് 10 പേർ കൂടി നിയമനം പോകുന്നുണ്ട്. ഡിവിഷണൽ അക്കൗണ്ടന്റിന് 4 ചോദ്യം ഒഴിവാക്കിയിട്ടുണ്ട്. ആദ്യ ലെവല് പ്രിലിംസ് മുടങ്ങിയവർക്ക് രണ്ടാമത്തെ അവസരം പറയുന്നുണ്ട്. ഇതിപ്പോ എല്ലാവർക്കും അല്ല, എന്തെങ്കിലും മെഡിക്കൽ എമർജൻസീസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പരീക്ഷകൾ കാരണമാലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ
എന്താണ് യാത്രാ ബുദ്ധിമുട്ടായവര്, വിശ്രമം അങ്ങനെ ഉള്ളവർക്കൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന രീതിയിൽ അതിൻ്റേതായിട്ടുള്ള തെളിവുകൾ PSC ഓഫീസിൽ സമർപ്പിച്ചാൽ നിങ്ങൾക്ക് സെക്കൻഡ് ഫേസിൽ പരീക്ഷ എഴുതാനായിട്ട് കഴിയും. അതുപോലെ തന്നെ LPSCയിലേക്ക് 9 ജില്ലകളിലേക്കായിട്ട് റാങ്ക് ലിസ്റ്റ് ആയിട്ടുണ്ട്. ഗുരുവായൂർ LDCയുടെ ദേവസ്വം പരീക്ഷ ജൂലൈ 13 നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ KSന്റെ പ്രിലിംസ് പരീക്ഷ ജൂൺ 14 തീയതി എന്ന് പറയുമ്പോൾ ഈ മാസം 14 തീയതി KSന്റെ പ്രിലിംസ് അതൊക്കെയാണ്. അതുപോലെ ഈ മാസം നടക്കാൻ പോകുന്ന പരീക്ഷകളും ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ PSC അഡ്വൈസ് അപ്ഡേറ്റ് ആയിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, സെക്രട്ടേറിയറ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, LDC കോഴിക്കോട്, സ്റ്റാഫ് നേഴ്സ്, LGS മലപ്പുറം, അതുപോലെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ്, UPSC വയനാട് ഉൾപ്പെടെയുള്ളവരുടെ നിലവിലത്തെ നിയമന ശുപാർശകളും അഡ്വൈസ് അപ്ഡേറ്റുകളും കാര്യങ്ങളും ഇതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും തന്നെയാണ് ഈ ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വാർത്തകൾ ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഏത് പരീക്ഷയ്ക്കാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ മനസ്സിലാക്കി അതിൻ്റെ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോവുക. പുതിയൊരു വീഡിയോ അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.